Hello designers, welcome back to uxuimania. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഡിസൈനേഴ്സിന് ആവശ്യമായിട്ടുള്ള കുറേ കളർ ജനറേറ്റർ വെബ്സൈറ്റുകളെ കുറിച്ചാണ്. അതായത് നമ്മുടെ ചാനലിൽ വന്നതിന് ശേഷം നിങ്ങൾ കളർ എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കളറുമായി ബന്ധപ്പെട്ട കുറേ വീഡിയോസുകൾ കിടപ്പുണ്ട്. കളറിൻ്റെ ബേസിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ, എങ്ങനെയൊക്കെ കളർ പാലറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം, എന്തൊക്കെയാണ് കളർ യൂസ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കളർ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നേരത്തെ മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ള ചില വെബ്സൈറ്റുകൾ പോലും ഇപ്പോൾ റീഡിസൈൻ ചെയ്ത് കുറച്ചുകൂടെ മോസ്റ്റ് മോഡേൺ ആക്കി ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പുതിയ വെബ്സൈറ്റുകളും രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെബ്സൈറ്റുകളെല്ലാം ഒന്ന് പരിചയപ്പെടുക, ഒന്ന് ഓർത്തു പോവുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് humin.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റാണ്. വളരെ അമേസിംഗ് ആയിട്ടുള്ള വെബ്സൈറ്റാണ്. ഇവിടെ വന്നതിന് ശേഷം നിങ്ങളിവിടെ ലോഞ്ച് എന്ന് പറയുന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതുപോലൊരു പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. ഇവിടേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ബ്രാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതായത് ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ 1 കളർ 2 കളർ 3 കളർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓരോരോ ഓപ്ഷൻസുകൾ കാണാം. അതായത് ഒരു ബ്രാൻഡിൻ്റെ ഒരു ലോഗോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു കളറിൽ 2 കളറിൽ 3 കളറിലൊക്കെ എങ്ങനെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത് എന്നുള്ളത് അവരിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി റൈറ്റ് ടോപ്പിലായിട്ട് പോയിട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്തമായ രീതിയിലുള്ള കളർ ടോണുകളിലേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റി കാണിച്ചു തരും. അതായത് നമ്മളൊരു ലോഗോയോ മറ്റും പ്ലേസ് ചെയ്യേണ്ടത് ഒരു പ്രത്യേക പ്രതലത്തിൽ പ്ലേസ് ചെയ്യുമ്പോൾ ഏതൊക്കെ കളർ കോമ്പിനേഷനുകളിൽ അത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൊള്ളാം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ സഹായിക്കും. അപ്പോൾ നമുക്കൊരു ലോഗോയുടെ പ്ലേസ്മെൻറ്റ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കളർ ടോണുകളൊക്കെ തന്നെ 1 കളർ വേണോ 2 കളർ വേണോ 3 കളർ വേണോ എന്നൊക്കെ ഉള്ളത് ഇവിടുന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ജനറേറ്റ് ബട്ടൺ കൊടുത്തുകൊണ്ട് ഒരുപാട് ഓപ്ഷൻസുകൾ മനസ്സിലാക്കാനുള്ള നല്ലൊരു ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള കളറുകൾ, മോണോക്രോം വേണോ, അത് ആക്സെൻറ്റ് തുടങ്ങിയ കുറേ കളർ കാര്യങ്ങൾ പ്രത്യേകം ലിങ്കുകളായിട്ട് അവർ ലെഫ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു ഡെമോ റൈറ്റ് സൈഡിലായിട്ട് കാണിച്ചു തരും. അതിങ്ങനെ മോണോക്രോമാറ്റിക് ആയിട്ടുള്ള ഒറ്റ കളറിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റിൻ്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്, അതല്ല ഇനി ഒരു 2 കളറിലേക്ക് വരുമ്പോഴത്തേക്ക് അതെങ്ങനെയാണ് അതിൻ്റെ ആക്സെൻറ്റ് കളർ വെച്ചിട്ട് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡിസൈൻസുകളെല്ലാം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൽ 2 കളർ ചൂസ് ചെയ്യുമ്പോൾ ആ 2 കളേഴ്സിനെ വെച്ച് മാത്രം അവർ വളരെ ഡീസൻ്റ് ആയിട്ട് ആ കളറുകളെ പ്ലേസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ മറ്റൊരു 3 കളറിൽ എടുത്തു കഴിഞ്ഞാൽ ആ 3 കളർ ആക്സെൻറ്റ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം കളറുകളും മറ്റു കാര്യങ്ങളും എല്ലാം റൈറ്റ് സൈഡിൽ പ്രിവ്യൂ ആണെന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. നല്ല രീതിയിലൊരു കളർ കോമ്പിനേഷൻ മനസ്സിലാക്കാനൊക്കെ അത് വളരെ ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ വളരെ നല്ലൊരു വെബ്സൈറ്റാണ് ഹ്യൂമിൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ ലെഫ്റ്റിൽ ഒരുപാട് ഓപ്ഷൻസുകൾ കിടപ്പുണ്ട്. അത് ഗ്രേഡിയൻറ്റിൻ്റെ കുറേ ഓപ്ഷൻസുകൾ അതുപോലെ തരുന്നുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള അതും ഗ്രേഡിയൻറ്റും ബാക്ക്ഗ്രൗണ്ടും കൂടെ ചേർന്നിട്ടുള്ള കുറേ ഓപ്ഷൻസുകൾ തരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്നും പഠിക്കാം. ഈ ഒരു ഹ്യൂമിൻ വെബ്സൈറ്റ് എന്ന് പറയുന്നത് എല്ലാ ഡിസൈനേഴ്സും നിർബന്ധമായിട്ടും ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടുന്ന തന്നെ വെബ്സൈറ്റാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കളറുമായിട്ട് ബന്ധപ്പെട്ട് പുതുതായിട്ട് ഇതിനകത്ത് പഠിക്കാൻ പറ്റും എന്നുള്ളതിൽ സംശയമേ വേണ്ട. ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്, ലെഫ്റ്റ് സൈഡിലായിട്ട് ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ തന്നിട്ടുണ്ട്. ആ ബൂട്ട് സ്ട്രാപ്പിൻ്റെ കളർ കോമ്പിനേഷൻസുകളും അതിൻ്റെ ഹെക്സ് കോഡും എല്ലാം ഇവിടെ കാണിച്ചിരിക്കുന്നു. അതിൻ്റെ ആ കളർ കോഡ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു UI എലമെൻറ്റ്സിനകത്ത്, ഒരു കാർഡിനകത്ത് അല്ലെങ്കിൽ ഒരു ഗ്രാഫിനകത്തൊക്കെ ആ കളറുകൾ പ്ലേസ് ചെയ്യുന്നതെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് വീണ്ടും ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു കളർ ടോണിൽ അത് കാണിച്ചു തരും. വീണ്ടും ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു കളർ ടോണിൽ കാണിച്ചു തരും. ഇതിങ്ങനെ വ്യത്യസ്തമായ കളർ ടോണുകളിൽ നമ്മുടെ ബൂട്ട് സ്ട്രാപ്പിൻ്റെ ഡിസൈൻ പാറ്റേൺസുകൾ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. അത് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് ഡിസൈൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ഐഡിയ മനസ്സിൽ കണ്ടുകൊണ്ട് കളറുകൾ കൊടുക്കുമ്പോൾ കളർ കോമ്പിനേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ലെഫ്റ്റിലായിട്ട് അപ്ലോഡ് ഇമേജ് കൊടുക്കാം. അപ്ലോഡ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ഇമേജസുകൾ അപ്ലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് കളർ കോമ്പിനേഷൻ ചൂസ് ചെയ്ത് തരും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും humin.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് എല്ലാ ഡിസൈനേഴ്സും നിർബന്ധമായിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ടുന്ന ഒരു വെബ്സൈറ്റാണ്. ഓക്കെ, നമുക്ക് അടുത്ത വെബ്സൈറ്റിലേക്ക് പോകാം. അതാണ് colors.co എന്ന് പറയുന്നത്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ പോപ്പുലർ ആയിട്ടുള്ള, പണ്ട് മുതലേ ഉള്ള വെബ്സൈറ്റ് തന്നെയാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കളർ പാലറ്റുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഇവിടെ വന്ന് സ്റ്റാർട്ട് ദ ജനറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. അവിടെ നിന്നുകൊണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരുപാട് കളർ പാലറ്റുകൾ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ഹെക്സ് കോഡും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നിങ്ങൾക്ക് കോപ്പി ചെയ്തെടുക്കാനും എല്ലാം നല്ല വളരെ എടുത്തു പറയേണ്ട വെബ്സൈറ്റ് തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു വെബ്സൈറ്റും ഡിസൈനേഴ്സ് എന്ന നിലയിൽ നിർബന്ധമായിട്ടും ഒന്ന് എക്സ്പ്ലോർ ചെയ്തിരിക്കണം. ഈ വെബ്സൈറ്റുകളെല്ലാം മുൻകാലങ്ങളിലും 1-2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഇതെടുത്ത് പറയാനുള്ള റീസൺ, ഈ അടുത്ത കാലത്തായിട്ട് ഇത്തരം വെബ്സൈറ്റുകളിലെല്ലാം തന്നെ നല്ല രീതിയിലുള്ള ഒരു അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ ഫംഗ്ഷനാലിറ്റികൾ വന്നിട്ടുണ്ട്, അതിൻ്റെ ഇൻ്റർഫേസ് മാറിയിട്ടുണ്ട്. അതെല്ലാം കൊണ്ട് തന്നെ പുതുതായിട്ട് വീണ്ടും ഇത്തരം വെബ്സൈറ്റുകൾ നിങ്ങളെടുത്ത് റെഫർ ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കളർ ഹണ്ട് എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. അതും വളരെ അമേസിംഗ് ആണ്.
വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കളർ ജനറേറ്റർ ടൂളാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ കളർ ഹണ്ടിൽ നിന്ന് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കളക്ഷൻസുകൾ ലെഫ്റ്റിലായിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പേസ്റ്റൽ കളർ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പേസ്റ്റൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള പേസ്റ്റൽ കളേഴ്സുകൾ എത്തിക്കഴിഞ്ഞു. ഓക്കെ, ഇനി ഒരു നിയോൺ ടൈപ്പ് ആണെങ്കിൽ നിയോൺ കൊടുക്കുന്നു, നിയോൺ ടൈപ്പിലുള്ള കളർ വന്നു. അങ്ങനെ നമ്മുടെ പർപ്പസ് അനുസരിച്ച് എല്ലാവർക്കും എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈൻ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്ത് ടോണാണ് അല്ലെങ്കിൽ എന്ത് ഫീലിംഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിന് ആപ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ലെഫ്റ്റ് ചെയ്യുന്ന നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സമ്മർ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്മർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇനി ഒരു സ്പ്രിംഗ് ആണ് അല്ലെങ്കിൽ ഒരു റെയിൻബോ ആണ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ഏതൊരു അർത്ഥത്തിലേക്ക് വേണമെങ്കിലും നമുക്ക് വന്ന ആ ഫീൽ കൊടുത്തുകൊണ്ട് അതിന് ആപ്റ്റായിട്ടുള്ള കളർ പാലറ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു അമേസിങ് വളരെ പോപ്പുലർ ആയിട്ടുള്ള colorhunt.co എന്ന് പറയുന്ന വെബ്സൈറ്റും എല്ലാവരും റെഫർ ചെയ്തിരിക്കണം. ഓക്കെ, അടുത്തായിട്ട് വന്നത് വളരെ മനോഹരമായ മറ്റൊരു വെബ്സൈറ്റാണ്. അത് കളർ പാലറ്റ്സ് എന്ന് പറയുന്നത്. ഇമേജിൽ നിന്നും പെട്ടെന്ന് കളർ പാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു വാല്യതാണ് കളർ പാലറ്റ് .net എന്ന് പറയുന്നൊരു വെബ്സൈറ്റ്. ഇതും വളരെ പോപ്പുലറാണ്. ഇൻ്റർനാഷണൽ ലെവലിൽ പണ്ട് മുതലേ യൂസ് ചെയ്ത് വരുന്നൊരു വെബ്സൈറ്റാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു ഇമേജ് കണ്ടുകൊണ്ട് അതിൻ്റെ പാലറ്റ്സുകൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. അതുപോലെ നമുക്കും പുതിയ പുതിയ വെബ്സൈറ്റുകളും ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കളർ പാലറ്റ് ഒരുപാട് യൂസ് ചെയ്യാൻ നല്ലൊരു ഇൻസ്പിറേഷൻ വെബ്സൈറ്റും കൂടെയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് happyhues.co എന്ന് പറയുന്ന വെബ്സൈറ്റ്. വളരെ ക്ലാസി ആയിട്ടുള്ള വെബ്സൈറ്റാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ കളറിൻ്റെ ഓരോരോ പാറ്റേൺസുകളും ഓരോരോ പാലറ്റുകൾ ഇവിടുന്ന് മാറ്റി നോക്കാം. അത് ഒരു റിയൽ ഡിസൈൻ പോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് മാറ്റി കാണിച്ചു തരും. അപ്പോൾ ആ കളർ കോമ്പിനേഷൻ എങ്ങനെയാണ് ഇവിടെ അഫക്റ്റ് ചെയ്യുന്നത് കാണിച്ചു തരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ പെട്ടെന്ന് ചൂസ് ചെയ്യാനും അതിൻ്റെ ഒരു റിയൽ ഫീൽ മനസ്സിലാക്കാനും സഹായിക്കുന്ന നല്ലൊരു അമേസിങ് വെബ്സൈറ്റാണ് happyhues.co എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് palette.app എന്ന് പറയുന്നത്. ഇവിടെ വന്നിരുന്നാൽ നിങ്ങൾക്ക് വളരെ ക്ലാസി ആയിട്ടൊരു ഇൻ്റർഫേസ് ആണ്. ഇവിടെ വന്ന് ലെഫ്റ്റ് സൈഡിൽ ഒരു പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ടോപ്പിൽ HSV എന്ന് പറഞ്ഞിട്ട് 3 ബട്ടൺസ് കാണാം. അതിൽ ഓരോന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ടും അത് ഓഫാക്കിക്കൊണ്ടും നിങ്ങൾക്ക് ഇതിനെ കളറിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് എൻ്റെ സെറ്റിംഗ്സ് വരും. അതിൻ്റെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സ്വാച്ചും കോൺട്രാസ്റ്റും സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് ഓരോന്നും എച്ചും എസും വിയും എല്ലാം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു കളറിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റാനും എല്ലാം തന്നെ സഹായിക്കുന്ന വളരെ ക്ലാസി ആയിട്ടുള്ള വളരെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഇത്. തീർച്ചയായിട്ടും എല്ലാ ഡിസൈനേഴ്സും ഒരു ലേറ്റസ്റ്റ് വെബ്സൈറ്റ് എന്ന നിലയിൽ എക്സ്പ്ലോർ ചെയ്തിരിക്കേണ്ടതാണ്. അത് palette.app എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മളൊന്നുകൂടെ പറയാൻ പോകുന്നത് picular.co. ഇത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള സൈറ്റാണ് എങ്കിലും ഒന്നും കൂടെ പറയുന്നു. കാര്യം ഇതിൽ കുറച്ചും കൂടെ കളക്ഷൻസുകൾ വന്നതായിട്ട് എനിക്ക് തോന്നുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു ഫീൽ, അതായത് നമുക്കിപ്പോൾ ഒരു സൺസെറ്റ് എന്ന് എനിക്കൊന്ന് ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ സൺസെറ്റ് ക്ലിക്ക് ചെയ്യുക, എൻ്റർ ചെയ്യുക. സൺസെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കളേഴ്സുകൾ മാത്രം അത് പിക്ക് ചെയ്ത് തരും. ഓക്കെ, ആ കളർ കിട്ടുന്ന എല്ലാ കളറുകളും നമുക്ക് സൺസെറ്റുമായിട്ടുള്ള ഫീലിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കളറായിരിക്കും ഇവിടെ വരിക. ഈ ഹെക്സ് കോഡ് കോപ്പി ചെയ്യുക, നമുക്കൊണ്ട് ഡിസൈൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ എന്തൊരു കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ സെർച്ച് ചെയ്യുക. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കളർ അവർ തന്നെ ഫിൽറ്റർ ചെയ്തെടുത്ത് തരും. അതിൽ നിന്ന് എടുക്കുക, നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഡിസൈനേഴ്സ് എന്ന നിലയിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ വെബ്സൈറ്റുകളും വളരെ പ്രയോജനപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ വെബ്സൈറ്റുകളെല്ലാം നിങ്ങൾ ബുക്ക് മാർക്ക് ചെയ്തോളുക. അതുപോലെ തന്നെ ഓരോ വെബ്സൈറ്റുകളും എടുത്ത് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് അതിൻ്റെ ഒരു സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ അടുത്തടുത്ത ഡിസൈൻ പ്രോജക്ട്സുകൾക്ക് വേണ്ടി ഈ ഓരോ വെബ്സൈറ്റുകളെ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡിസൈനേഴ്സ് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.